ഇപ്പോൾ ഇടത് നിരീക്ഷകൻ കൂടിയായ റജി ലൂക്കോസ് കൂടി ചേരുകയാണ് ഈ ഘട്ടത്തിൽ. റജി ലൂക്കോസ്, ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കോൺഗ്രസ് ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയിരുന്നു. നമുക്കറിയാം SDP അടക്കമുള്ളവരുമായി ലീഗും അല്ലെങ്കിൽ UDFും ഒക്കെ ചർച്ചകൾ നടത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തെത്തിയതാണ്, പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ കെ കരുണാകരൻ്റെ മകനിൽ നിന്ന്, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവിൽ നിന്ന്, മുൻ KPCC പ്രസിഡന്റിൽ നിന്ന്, കെ മുരളീധരനിൽ നിന്ന് വരികയാണ്. 2019 മുതൽ ദേശീയ തലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ഈ കോൺഗ്രസ് വോട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. 2016 വട്ടിയൂർക്കാവിൽ തന്നെ സഹായിച്ചു BJPയെ തോൽപ്പിക്കാൻ എന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തൽ ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെയാണ് വിളിച്ചു വരുത്തുന്നത്? അജിംഷാദ്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. ഒന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ലീഗിന്റെ കപട മതേതരത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നു. അന്ന് ഈ കോൺഗ്രസുകാരും ലീഗുകാരും പരസ്യമായിട്ട് SDPI, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി ഒക്കെ ആയിട്ട് പാലക്കാട് മൂന്ന് സ്ഥലത്ത്, 3 ഉപതെരഞ്ഞെടുപ്പ് സ്ഥലത്തിൽ ഒരു ബാന്ധവം ഉണ്ടാക്കി വരും. പരസ്യമായ രഹസ്യമാണ്. അന്ന് ഇതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവരത് നിഷേധിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അടിവരയിട്ട് ഇപ്പം യാഥാർത്ഥ്യമായിരിക്കുക. കെ മുരളീധരൻ തന്റെ സത്യസന്ധമായ നിലപാടെന്ന് പുറത്തെടുത്തിരിക്കുന്നു. എന്താണ്? കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഈ ലീഗിന്റെയും മതേതര മുഖംമൂടി ദേശീയ തലത്തിൽ തന്നെ അഴിഞ്ഞു വീണിരിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ ഒരു വാർത്ത ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അപ്പം തീവ്ര മതവാദികളും മതരാഷ്ട്രീയവാദികളുമായിട്ടുള്ള ഒരു തരത്തിലും ബാന്ധവം പാടില്ലാത്ത ഇത്തരം വർഗീയ പാർട്ടികളുമായിട്ട് കോൺഗ്രസ് അതാണ്. ഇപ്പോ റജി ലൂക്കോസ് ദയവായി തുടരൂ.